السلام عليكم ورحمة الله. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. وواجب شرعا للمكلف معرفة الله العلي فاعرفي أن يعرف الواجب والمحال مع جائز في حقه تعالى. التقليد في العقائد. ഫിഖ്ഹിൽ നമ്മൾ സാധാരണ തഖ്ലീദ് ചെയ്യൽ തന്നെ. ഫിഖ്ഹിയായ വിഷയത്തിൽ ഇജ്തിഹാദ് ചെയ്ത് ദലീലിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ സാധാരണക്കാരായ ആളുകളോട് കഴിയില്ല. അതുകൊണ്ട് മുജ്തഹിദ് ആവാത്ത, അതിനുള്ള യോഗ്യത ലഭിച്ചിട്ടില്ലാത്ത വ്യക്തികൾക്കൊക്കെ മുജ്തഹിദുകളെ തഖ്ലീദ് ചെയ്താൽ മതി എന്നല്ല, തഖ്ലീദ് ചെയ്യുകയാണ് വേണ്ടത്. അതേ സമയത്ത് ഇജ്തിഹാദിന് അഹ്ലിയത്തുള്ള ഉലമാ ഉണ്ടെങ്കിൽ അവർക്ക് ഇജ്തിഹാദ് കൊണ്ട് ഹുക്മുകളെ കണ്ടെത്തൽ ഉജൂബുമാണ്. അത് ഫിഖ്ഹിന്റെ വിഷയമാണ്. എന്നാ അഖീദയിലോ? അഖീദയിൽ ഇതുപോലെ ദലീലുകൾ ഓരോന്നും കണ്ടെത്തി ആ ദലീലിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കണോ, അതല്ല മഹാന്മാരായ അഇമ്മത്തുകളെ തഖ്ലീദ് ചെയ്താൽ മതിയോ? അതാണ് വിഷയം. വകലാമുൽ ഉലമായി ഫീ. ഈ തഖ്ലീദിനെ സംബന്ധിച്ച് മഹാന്മാരായ നമ്മുടെ ഇമാമുകൾ പറഞ്ഞ കാര്യങ്ങൾ, എന്തൊക്കെ അഭിപ്രായങ്ങളാണുള്ളത്. തഖ്ലീദ് എന്ന് പറഞ്ഞാൽ എന്താ? തഖ്ലീദ് എന്നതിൻ്റെ അർത്ഥം വഹുവ അൽ അഖ്ദു ബിഖൗലിൽ ഗൈരി, മറ്റൊരാൾ പറഞ്ഞ വാക്ക് സ്വീകരിക്കുക. മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞതെന്നല്ല, യോഗ്യരായ അർഹതപ്പെട്ട ഉലമാക്കൾ, ഇമാമീങ്ങൾ, അവർ പറഞ്ഞതിനെ സ്വീകരിക്കുക. എങ്ങനെ? മിൻ ഗൈരി ഹുജ്ജത്തിൻ. ഈ ഖൗല് സ്വീകരിക്കുന്നതിന് വ്യക്തമായ തെളിവുകളില്ല. അപ്പൊ തെളിവുകൾ അന്വേഷിച്ച് ബോധ്യപ്പെടാതെ മറ്റുള്ളവർ പറയുന്ന ഖൗല് അങ്ങനെ സ്വീകരിച്ച് വിശ്വസിക്കുന്നതിനാണ് തഖ്ലീദ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഊഹം പോരാ. എന്ന് പറഞ്ഞാൽ അൽ ഇഅ്തിഖാദുൽ ജാസിമു, നല്ല ദൃഢമായ വിശ്വാസം. എന്ന് പറഞ്ഞാൽ ചാഞ്ചാട്ടമുള്ളതോ സംശയാസ്പദമായതോ വന്നാവുന്ന ഊഹമോ ഒന്നുമല്ല. നല്ല ഖണ്ഡിതമായ വിശ്വാസമുണ്ട്. പക്ഷേ എങ്ങനെ ആ വിശ്വാസം വന്നു? അൽ മുതമസ്സകു ഫീഹി, ഈ ഖണ്ഡിതമായ വിശ്വാസത്തിൽ അവൻ മുറുകെ പിടിക്കുന്നത് ബിമുജറദി ഖൗലിൽ ഗൈരി, മറ്റുള്ളവർ പറഞ്ഞ ഖൗലാണ്. എന്ന് പറഞ്ഞാൽ ഇമാമിങ്ങൾ പറഞ്ഞത് അങ്ങനെ മുറുകെ പിടിച്ച് വിശ്വസിക്കുകയാണ്. അല്ലാതെ അതിൻ്റെ തെളിവ് അവനറിയൊന്നുമില്ല. ദലീലുകൾ ഓരോന്നിനും പ്രത്യേകം അറിയില്ല. ഇങ്ങനെയുള്ള ഈ തഖ്ലീദ് മതിയോ അഖീദയിൽ അല്ലേ എന്ന വിഷയത്തിൽ ഫഖദ് ഇഖ്തുലിഫ ഫീഹി, ഈ വിഷയത്തിൽ മഹാന്മാരായ ഇമാമിങ്ങൾക്ക് ഭിന്ന അഭിപ്രായങ്ങളുണ്ട്, ഇഖ്തിലാഫുണ്ട്. എല്ലാവരും ഒരേ അഭിപ്രായമല്ല പറഞ്ഞത്. അതായത് ഫഖീല, ഒരു അഭിപ്രായമുണ്ട്, ഇന്നഹു യക്ഫി. ഇത് ഈ ഇഅ്തിഖാദ് ജാസിം എന്ന് പറയുന്ന സംശയലേശമന്യേ ദൃഢമായ വിശ്വാസം, അത് മുൻഗാമികളായ അയിമ്മത്ത് പറഞ്ഞതിനെ മുറുകെ പിടിച്ച് വിശ്വസിക്കുന്നു. പക്ഷെ തെളിവൊന്നും അറിയില്ല. അത് മതിയോ? മതിയില്ലേ? അത് മതി എന്നാണ് ഒരഭിപ്രായം. എന്നല്ല വഹുവ സ്വഹീഹു, അത് തന്നെയാണ് ബഹുജനങ്ങളെ സംബന്ധിച്ച് ശരിയായ അഭിപ്രായവും. സാധാരണക്കാരായ ബഹുജനങ്ങൾ, മഹാഭൂരിപക്ഷം വരുന്ന ബഹുജനങ്ങൾ താൻ വിശ്വസിക്കുന്ന ഓരോ കാര്യത്തിനും തെളിവ് ശേഖരിച്ച് ബോധ്യപ്പെട്ടിട്ട് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രയാസം ഉണ്ടാവും, ചിലർക്ക് സാധിക്കുന്നില്ല. അപ്പോ സംശയമില്ലാതെ ജാസിമായ വിശ്വാസം ഉണ്ടെങ്കിൽ മദീൻ, ഇതാണ് ശരി എന്ന് വരുമ്പോൾ ഈമാനുൽ മുഖല്ലിദി, തഖ്ലീദ് കൊണ്ട് ദൃഢമായി വിശ്വസിച്ച ഒരാളുടെ ഈമാൻ സഹീഹുൻ, ഈ ഖൗൽ അനുസരിച്ച് ഈമാൻ സഹിയാണ്, കുഴപ്പമില്ല, ആള് മൂമിൻ തന്നെയാണ്. അപ്പോ നല്ല ദൃഢമായ ജാസിമായ വിശ്വാസം ഉണ്ടെങ്കിൽ മതി എന്ന് പറയുമ്പോൾ തന്നെ വാലൈഹി
സഹീഹാണ് മുഖല്ലിദിന്റെ ഈമാൻ എന്ന അഭിപ്രായം എടുത്തതിന് ശേഷം രണ്ടാമത്തെ മറ്റ് തുടർന്ന് വരുന്നൊരു സംശയം, ഫഹൽ യജിബു നദറു, തഖ്ലീദ് മതിയെങ്കിലും അവൻ ദലീൽ കൊണ്ട് അന്വേഷിക്കൽ വുജൂബാണോ? ആണെങ്കിൽ ഫയക്കൂനു മാ സിഹത്തി ഈമാനിഹി, മുഖല്ലിദിന്റെ ഈമാൻ ശരിയാവലോട് കൂടി തന്നെ നദർ വുജൂബാണെന്ന് വന്നാൽ ഈ വ്യക്തി ആയിത്തീരും ആസിയൻ, അവൻ കുറ്റക്കാരനായിത്തീരും. ബിത്തർക്കിന്നവരെ, ദലീലുകളിലൂടെ അന്വേഷിച്ച് കണ്ടെത്തലിനെ ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് കുറ്റക്കാരനാവും. എങ്ങനത്തെ നദറ്? അൽ മൂസിലിൽ മാരിഫ, ഈ പറയുന്ന അഖീദ വിശ്വാസങ്ങളിൽ ദൃഢമായ ഇൽമിലേക്ക് എത്തിക്കാൻ സഹായകമായ ദലീല് നദറ് എന്ന് പറഞ്ഞതാ. അപ്പോ നിയമപ്രകാരം, ഇൽമുൽ കലാമിന്റെ നിയമപ്രകാരം സൂറയും കുബറയും കൂട്ടി അദ്ദൗസത്തിന്റെ ഷർത്തോടു കൂടി ഒന്ന് ഖിയാസിൽ നിന്നിട്ട് നതീജ ലഭിക്കുക എന്ന നിലക്ക് ഓരോ മസ്അലക്കും തെളിവന്വേഷിക്കൽ കടമയാണെന്ന് വന്നാൽ ഈമാനൊക്കെ സഹിയാവുമെങ്കിലും ഈ കടമ നിർവഹിക്കാത്തതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാവും. ഓഹോ സഹീഹു, അതാണ് ശരി. അതായത് ഈമാൻ സഹിയാകാൻ നല്ല ഇത്ഖാദ് ജാസിം ഉണ്ടായാൽ തന്നെ മതി. എങ്കിലും ദലീൽ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്നവരെ സംബന്ധിച്ച് അത് വുജൂബാണ്. അപ്പൊ കഴിയുന്ന ആളുകൾ അതിന് മുതിരാതെ വെറും തഖ്ലീദുമായിട്ട് നടന്നാൽ അവൻ കുറ്റക്കാരനാവും. ഏതുപോലെ വെച്ചാല്, ഒരാള് ഒരു മുസ്ലിമായ മുക്കല്ലഫായ മനുഷ്യനൊരു ദിവസം 5 വക്ത് നിസ്കാരം ഫർളാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അത് സഹിയാ, ഈമാൻ സഹിഹ. പക്ഷേ വിശ്വസിച്ചാൽ മാത്രം പോരല്ലോ, 5 വക്ത് കൃത്യമായി നിയമപ്രകാരം നിസ്കരിക്കണ്ടേ? അതിലും വീഴ്ച വരുത്തുന്നുണ്ട്. എന്നാൽ ആള് മൂമിനായതോടു കൂടി തന്നെ കുറ്റക്കാരനാവുമല്ലോ. കാരണം വിശ്വസിക്കൽ ഈമാന്റെ ഭാഗമാണ്, അത് അമൽ ചെയ്യൽ ഇസ്ലാമിന്റെ ഭാഗമാണ്. അപ്പൊ അമൽ ചെയ്യാതിരുന്നത്, ഓന് കഴിഞ്ഞിട്ടും ചെയ്യാതിരുന്നത് കാരണം ഓൻ കുറ്റക്കാരനാവും. പക്ഷെ ആള് മൂമിൻ തന്നെയാണ്, ആസിയാണ് എന്ന് മാത്രം. എന്നതുപോലെ ദൃഢമായ തഖ്ലീദ് ഉണ്ടായാൽ ഈമാൻ കിട്ടും, ആള് മൂമിൻ തന്നെയാണ്. പക്ഷേ അവന് നദർ ഫിക്ർ ചെയ്ത് ഇൽമ ഹാസിലാക്കാൻ കഴിയും. എന്നിട്ട് അവന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടോ വീഴ്ച കൊണ്ടോ ഈ ദലീലിലൂടെ അന്വേഷിച്ച് ഇൽമ ഹാസിലാക്കാൻ അവൻ ശ്രമിക്കുന്നില്ല. അപ്പോ എന്റെ മേൽ കടമപ്പെട്ട ഫർളായ കാര്യം ചെയ്തില്ല എന്നുള്ളതിന് മേൽ കുറ്റക്കാരനാവും. ആള് മോമിനാണ് താനും. ഓഹോ സഹിഹു, ഈ പറഞ്ഞതാണ്. അതായത് ഈ മുഖല്ലിദിന്റെ ദൃഢമായ വിശ്വാസമാണെങ്കിൽ സഹിയാവുമെങ്കിലും കഴിയുന്നവർ നദർ ചെയ്ത് ഇൽമ ഹാസിലാക്കി കോളണം. അതിന് കഴിയുന്ന ആളുകൾ ഇൽമ ഹാസിലാക്കാതിരുന്നാൽ അതിന്റെ പേരിൽ കുറ്റം കിട്ടും, മോമിനാണെങ്കിലും. ഈ പറഞ്ഞത് മാരിഫത്തിലേക്ക് ചേർക്കുന്ന നദർ ചെയ്യൽ വുജൂബാണെന്നും ഉപേക്ഷിച്ചാൽ കുറ്റക്കാരനാവും എന്നത് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ബെയ്ത്ത് പറഞ്ഞുകൊണ്ട് ഇത് മാരിഫത്തുല്ലാഹി, മാരിഫത്തുല്ലാഹി എന്നാ വവാജിബുൻ ശർഅൻ അലൽ മുകല്ലഫി മാരിഫത്തുല്ലാഹിൽ അലീഫ അരിഫീന. മാരിഫത്തുല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇൽമ് എന്നാ. അതിനാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഇൽമും മാരിഫത്തും ഒരർത്ഥത്തിലാണ്. അപ്പൊ ഇൽമുണ്ടാണെങ്കിൽ എന്ത് വേണം? യഥാർത്ഥ വസ്തുതയോട് ഒക്കുന്നതും ദൃഢമായ ഉറപ്പുള്ളതും തെളിവിന്റെ അടിസ്ഥാനത്തിൽ കരസ്ഥമാകുന്നതുമാവുമ്പോഴേ ഇൽമാവുള്ളൂ. നഫ്സുൽ അംറിനോട് ഒക്കണം, അത് തന്നെ ദലീലിന്റെ അടിസ്ഥാനത്തിലാവണം, അപ്പോഴേ ഇൽമാവുള്ളൂ. അപ്പം മാരിഫത്ത് വേണം അഥവാ ഇൽമു വേണം എന്ന് പറഞ്ഞാൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പഠിച്ചിരിക്കണം. മൂമിനാകാൻ അത് ഷർത്തില്ലെങ്കിലും കുറ്റത്തിൽ നിന്നിട്ട് ഒഴിവാകണമെങ്കിൽ കഴിവുള്ളവർക്ക് അത് ഷർത്താണ്. ഇതാണ് ഒരു അഭിപ്രായം. ഫഖീല ഇന്നഹു യക്ഫി, ഇത് തഖ്ലീദ് മതി എന്നൊരു അഭിപ്രായം, അതാണ് സഹീഹ്. ഔല ഹൽ യജിബു നദറു എന്ന് പറഞ്ഞോർത്തുന്നത് അഖീദയിൽ തഖ്ലീദ് മതി എന്ന് പറയുന്ന അഭിപ്രായം എടുക്കുമ്പോൾ തന്നെ നദർ വുജൂബാണോ? ആണെങ്കിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനോ, ആള് മൂമിനാണെങ്കിലും
ഔല. നളർ ചെയ്യൽ വുജൂബില്ലേ? പിന്നെ വുജൂബില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? ബൽഹുവ ഷർത്തു കമാലിൻ, ഈമാനിന്റെ പരിപൂർണതയ്ക്ക് ഷർത്ത. ഈമാൻ സഹിയാകാനല്ല, കമാലിയത്ത് കിട്ടാൻ. ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അപ്പോ സഹിയാണെന്ന് പറയുന്നവർക്ക് തന്നെ നളർ വുജൂബാണെന്നൊരു അഭിപ്രായവും, അതാണ് സഹിയായ അഭിപ്രായം. എന്നാൽ നളർ വുജൂബില്ല, നളർ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, ഈമാന്റെ കവാലിയത്തിന് സഹായിക്കും. ഇങ്ങനെ രണ്ടഭിപ്രായം. അത് യക്ഫി എന്നതിൽ വരുന്ന തുടർന്ന് വരുന്ന രണ്ടഭിപ്രായങ്ങളാണ്. ഇനി വഖീല ലാ യക്ഫി, ഇത് ഇന്നഹു യക്ഫി ഫി അഖായിദിൽ ഈമാനി എന്ന് ഓ സഹിഹു എന്ന് പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ലോ, തഖ്ലീദ് മതി എന്ന് പറയുന്നതിന്റെ നേരെ എതിര് രണ്ടാം കൗലുകാര് ലാ യക്ഫി, തഖ്ലീദ് പോരാ ഈമാനില്. ഈമാൻ സഹിയാണെങ്കിൽ തഖ്ലീദ് പറ്റൂല. പിന്നെ എന്ത് തന്നെ വേണം? നളർ ഫിക്റിലൂടെ ഇൽമ ഹാസിലാക്കണം, അപ്പോഴേ ഈമാൻ ഉണ്ടാവുള്ളൂ എന്ന് വരുമ്പം ഫൽ മുഖല്ലിദു. ഈ രണ്ടാമത്തെ അഭിപ്രായം എടുത്താൽ ഈമാനിന്റെ വിഷയത്തിൽ ദലീൽ അന്വേഷിക്കാൻ നിൽക്കാതെ മറ്റുള്ളവരുടെ കൗലിനെ തഖ്ലീദ് ചെയ്ത ആള് മൂമിന് തന്നെ അല്ല, കാഫറാണ്. അത് പക്ഷെ പറ്റ വൈഫായ കൗല. അതിൽ സുന്നത്തിന് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഇനി മൂന്നാമത്തെ ഒരു കൗല്, അതാണ് ഉലമാകൾ അതിലുള്ള കലാമിനെ പറ്റി പറയണമെന്ന് പറഞ്ഞു. വക്കീല ഇഞ്ഞൊരു മൂന്നാം കൗലുണ്ട്. എന്താണത്? യക്ഫി, തഖ്ലീദ് മതിയാവും എപ്പോ? ഇൻ ഖല്ലദൽ ഖുർആൻ, ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ് തഖ്ലീദ് ചെയ്തു. അതല്ലെങ്കിൽ സുന്നത്തുൽ ഖത്ഇയ്യ, മുതവാത്തിറായ ഹദീസിനെ തഖ്ലീദ് ചെയ്തു. അപ്പൊ ഇവന്റെ അഖീദക്ക് ഇവൻ പ്രമാണമായിട്ട് ഉപയോഗിച്ച തഖ്ലീദ് ഒന്നിരിക്കൽ ഖുർആന്റെ ആയത്തിനെയാണ്, അതല്ലെങ്കിൽ മുതവാത്തിറായ ഹദീസ്. ഖത്ഇയ്യ എന്ന് പറഞ്ഞാൽ അതാണ് മുതവാത്തിറായ ഹദീസ്. മറ്റേ സഹിയാണെങ്കിൽ പോലും മുതവാത്തിർ അല്ലാത്ത ഹദീസുകളൊക്കെ വന്നിയ ഖത്ഇയ്യാവൂല. അപ്പോ മുതവാത്തിറായ ഹദീസിന്റെ അടിസ്ഥാനത്തിലോ ഖുർആന്റെ അടിസ്ഥാനത്തിലോ ആണ് തഖ്ലീദ് ചെയ്തതെങ്കിൽ മതിയാവും. ഫീ നദറുൻ, ഖുർആനിൽ നിന്നിട്ട് തഖ്ലീദ് ചെയ്യാൻ ഇങ്ങനെ സുന്നത്ത് ഖത്ഇയ്യത്തിൽ നിന്ന് അത് അത്ര ഒരു കൊള്ളാവുന്ന അഭിപ്രായമല്ല. ഇനി മറ്റ് നാലാമത്തെ അഭിപ്രായം വദഹബ ബഅ്ദുഹും, അത് കുറച്ച് കടുപ്പായിപ്പോയി. ചില ഉലമാക്കൾ നാലാമത്തെ ഒരു കൗലുകാരുണ്ട്. എന്ത്? ഈമാന്റെ വിഷയത്തിൽ തഖ്ലീദേ പറ്റൂ, നളർ ഹറാമാണ്. കാരണം എന്താ? നിയമപ്രകാരം നളർ ചെയ്താലും അധികവും സ്വവാബിനെയാണ് എത്തിക്കുക എങ്കിലും ചിലപ്പോഴൊക്കെ നളർ കൊണ്ട് കിട്ടുന്നത് ഖത്ഉം ആവാം. ഈമാനിൽ ഖത്ഉ മതിയാവൂലല്ലോ. അപ്പൊ ഈ നളർ ഈമാനിൽ മതിയാവാത്ത ഖത്ഇലേക്ക് കൂട്ടും. അതുകൊണ്ട് നളർ ചെയ്യാനേ പാടില്ല. എന്താ കാരണം? ലിഅന്നഹു, ഈ നളർ എന്നത് അഥവാ ദലീൽ അന്വേഷിച്ച് വിഷയങ്ങൾ മനസ്സിലാക്കുക എന്നത് മളന്നത്തുൽ വഖൂഅ ഫീ ശുബഹി വദ്ദലാലി, തെറ്റിദ്ധാരണയിലോ അബദ്ധത്തിലോ ചെന്ന് ചാടാൻ സാധ്യതയാണ്. അതുകൊണ്ട് നളർ തന്നെ ചെയ്യാൻ പാടില്ല എന്നൊരു അഭിപ്രായം ചിലർക്കുണ്ട്. പക്ഷെ വലൈസ ബിശൈഇൻ, ആ കൗല് ഒരു എണ്ണപ്പെട്ട അഭിപ്രായമേ അല്ല. നളർ ഫിഖറിന് മന്തിഖിന്റെ അഹ്ലുകാർ പറയുന്ന നിശ്ചിത ഷർത്ത് അനുസരിച്ചാണെങ്കിൽ അവിടെ യഥാർത്ഥത്തിലുള്ള ഇൽമ തന്നെ കിട്ടും. അവിടെ എന്ത് വരൂല? ശുബ്ഹത്തും വലാലത്തും വരൂല. പിന്നെ ഖായിദയിൽ നിന്നിട്ട് പയച്ച് ഷർത്തുകൾ ഉപേക്ഷിച്ചൊക്കെ ആവുമ്പോൾ കിട്ടിയില്ലാന്ന് വരും. അതല്ലല്ലോ നമ്മൾ പറയുന്നത്. സഹീഹുൻ നളർ എന്നാ. എല്ലാ നളറും അല്ല, സഹീഹുൻ നളർ. നിയമങ്ങള് ചട്ടങ്ങള് കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള നളർ. ആ നളറിലൂടെ പോയാൽ സ്വവാബ് എന്നെത്തി. ഇനി വേറെ ഇപ്പൊ അള്ളാഹുവിനെ പറ്റി മാരിഫത്ത് വുജൂബാണെന്ന് പറഞ്ഞല്ലോ. വാലം, നീ മനസ്സിലാക്കിക്കൊള്ളണം. അന്നൽ മാരിഫത്ത, ഈ അള്ളാഹുവിനെ സംബന്ധിച്ച് അംബിയാ മുർസലിങ്ങളെ സംബന്ധിച്ചുള്ള ഈ മാരിഫത്ത്, വാജിബ്, മുസ്തഹീല്, ജായിസിന്റെ മാരിഫത്ത്, ഹി അവ്വലു വാജിബിൻ അലൽ മുക്കല്ലഫ്, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മുസ്ലിമായ മനുഷ്യന് ആദ്യമായി നിർബന്ധമാവുന്ന വാജിബ്
അള്ളാഹുവിന് വാജിബും മുസ്തഹീലും ജായിസുമായ സ്വത്തിനെ പറ്റിയിട്ടുള്ള ദൃഢമായ അറിവ് നേടലാണ്. അതാണ് വുജൂബ്. എന്താ അതാണ് ആദ്യം വുജൂബാന്ന് പറയാൻ. ഇത് ജമീഉൽ വാജിബാത്തി, മറ്റെല്ലാ വാജിബുകളും, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ ബാക്കി വാജിബുകളെല്ലാം ആദ്യം മരിഫത്തുണ്ടോ, മൂമിനാണോ, അതാ നോക്ക്. മൂമിനല്ലാത്ത ഒന്ന് നിസ്കരിക്കണ്ട, ഒന്ന് നിസ്കരിച്ചോട് കാര്യമില്ല, ഒന്ന് നോൻപ് വെച്ചിട്ട് കാര്യമില്ല, ഒന്ന് സക്കാത്ത് കൊടുത്തിട്ട് കാര്യമില്ല, ഒന്ന് ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. സക്കാത്ത് സക്കാത്താവൂല, ഹജ്ജ് ഹജ്ജാവൂല, നിസ്കാരം നിസ്കാരാവൂല. അപ്പൊ ആദ്യം മോമിനാകാൻ വേണ്ടത്. അപ്പൊ മോമിനാകാൻ വേണ്ടി വേണം, മാരിഫത്ത് വേണം. ഷർത്തല്ലെങ്കിലും അത് എന്താണ്, ഉപേക്ഷിച്ചാൽ മഅസിയത്താവും. അപ്പം ബാക്കി ഏത് വുജൂബും വരണമെങ്കിൽ ആദ്യം ഈ മാരിഫത്ത് ഉണ്ടാകണം. അങ്ങനെ മൂമിനാണ്. മൂമിനായതിന്റെ ശേഷമേ ബാക്കി വുജൂബുകളൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് അവ്വൽ വാജിബിൻ അൽ മുക്കല്ലഫ് ഈ പറഞ്ഞ മാരിഫത്തുൽ ഇലാഹിൽ ഇസ്തിഖാനി എന്ന് പറയും. വഖൗലുഹു ഫഅരിഫ്, ഫഅരിഫീന മുക്കല്ലഫി എന്ന് പറഞ്ഞപ്പോൾ അതിനോടൊത്ത് വെയ്ത്തൊപ്പിച്ചാൻ വേണ്ടിയിട്ട് ഫഅരിഫീനാണ്. ഐ യഅരിഫ്, നീ ശരിക്ക് മനസ്സിലാക്കിക്കൊള്ളണം. അന്നഹ, ഈ മാരിഫത്ത് വാജിബത്തുൻ ബിശ്ശറഇ, അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. അള്ളാഹുവിനെ അറിയുക എന്ന് പറയുന്ന അവന്റെ വാജിബ് മുസ്തഹീല് ജായിസ് കൊണ്ടിട്ട് അള്ളാഹുവിനെ അറിയുക എന്ന ഈ മാരിഫത്ത് ശറഇ കൊണ്ട് വാജിബായതാ. എന്തല്ല, ലാ ബിൽ അഖലി, അഖല് കൊണ്ടുള്ള വുജൂബ് അല്ല, ശറഇ കൊണ്ടുള്ള വുജൂബ. അപ്പൊ ശറഇ വന്നാലും വന്നിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ മാരിഫത്ത് അഖല് കൊണ്ട് തന്നെ വുജൂബാണ് എന്നാണ് മുഅ്തസിലത്ത് പറയുന്നത്. പക്ഷെ അഹ്ലുസുന്ന പറയുന്നത് അങ്ങനെയല്ല. മാരിഫത്ത് വുജൂബാകല് മാത്രല്ല, ഏത് വുജൂബും എന്നല്ല, വുജൂബായാലും ഹറാമായാലും സുന്നത്തായാലും കറാഹത്തായാലും മുബാഹായാലും ഒക്കെ ശറഅ് കൊണ്ടേ വരും. അല്ലാതെ അഖല് കൊണ്ടിട്ട് മുഅ്തസിലത്തെ പറഞ്ഞിട്ടുള്ളൂ. ഹക്കമത്തിൽ മുഅ്തസിലത്തു അല്ല അഖല. അഖല് കൊണ്ട് സ്വന്തം ഹുക്കുമുകളെ കണ്ടെത്തിക്കാൻ കഴിയും എന്ന് മുഅ്തസിലത്ത് പറയുന്ന, അഹ്ലുസുന്നത്ത് പറയുന്നത് പറ്റൂല, അത് സാധിക്കൂല. അഖലല്ല, ശറഅാണ്. ശറഅ് വാരിദായിരിക്കണം, എന്നിട്ട് ദഅവത്ത് എത്തിയിരിക്കണം, അപ്പളാ വുജൂബാവുള്ളൂ. കാലത്ത് മാരിഫത്തുള്ളാഹി തആല, അള്ളാഹുവിനെ അറിയുക എന്ന് പറയുന്ന മാരിഫത്ത് ഇബാറത്തൻ അൻ മാരിഫത്തി മാ യജിബു ഫീ ഹഖ്ഖിഹി തആല, അള്ളാഹുവിനെ സംബന്ധിച്ച് വുജൂബാവുന്ന സിഫത്തുകളെ അറിയുക. വമാ യസ്തഹീലു, അള്ളാഹുവിനെ സംബന്ധിച്ച് മുസ്തഹീലായ സിഫത്തുകളെ അറിയുക. വമാ യജൂസു, അള്ളാഹുവിനെ സംബന്ധിച്ച് ജായിസാവുന്ന സിഫത്ത്. ഇതാണ് മാരിഫത്ത് പറഞ്ഞത്. അള്ളാഹുവിനെ അവന്റെ സിഫാത്തുകളെ കൊണ്ടറിയാം. മൂസാ നബി അലൈഹി സ്വലാമിനോട് ഫിറൗൻ ചോദിച്ചല്ലോ, മാ റബ്ബുൽ ആലമീൻ, അത് മാഹിയത്തെ ഹഖീഖത്തിനോട്ടുള്ള ചോദ്യമാണ്. അങ്ങനെ മറുപടി പറയാൻ കഴിയൂല, സിഫാത്തുകളെ കൊണ്ട് വേണം മറുപടി. അതുകൊണ്ടാണ് റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ എന്ന് മൂസാ നബി അലൈഹി സ്വലാം മറുപടി പറഞ്ഞത്. അതൊക്കെ അല്ലാഹുവിന്റെ സിഫത്തുകളാണ്. അപ്പൊ ഈ സിഫത്തുകളെ കൊണ്ടറിയാം, അല്ലാതെ എങ്ങനെയല്ല, എന്ത്, അല്ലാതെ എങ്ങനെയല്ല, ലാ മാരിഫത്തു ഹഖീഖത്തൽ അലിയ, അള്ളാഹുവിന്റെ ഉന്നതമായ പരിശുദ്ധതാത്തിന്റെ ഹഖീഖത്ത് അറിയല്ല, അതറിയാൻ കഴിയില്ല. കാരണം അല്ലേ, അതും ഇംകാനി ദാലിക്ക, അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ ദാത്തിന്റെ ഹഖീഖത്ത് കുൻഹ് എന്താണ് എന്നറിയാൻ പടപ്പുകൾക്ക് സാധ്യമല്ല. മറിച്ച് അള്ളാഹുവിന്റെ സിഫാത്തുകളെ കൊണ്ടാണ് അറിയപ്പെടുന്നത്. അംബിയാ മുർസലുകളെല്ലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിലെ മൂസാ നബി അലൈഹി സ്വലാമും ഹാറൂൻ നബി അലൈഹി സ്വലാമും കണ്ടത് എന്നല്ല, എല്ലാ അമ്പിയാക്കന്മാരും അള്ളാഹുവിനെ അവന്റെ സിഫാത്തിലൂടെയാണ് അടിയാറുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. കാരണം എന്താ, അങ്ങനെ മനസ്സിലാക്കാൻ നമ്മളോട് കഴിയുള്ളൂ. അല്ലാതെ കുഞ്ഞുദാത്ത് ബാസ് ചെയ്യാനും പാടില്ല. അത് ബാസ് ചെയ്താൽ സംഗതി മനസ്സിലാക്കാൻ മനുഷ്യന്റെ അക്കലിനോട്ട് കഴിയൂല. അതും ഇംകാനിതാലിക്ക പറഞ്ഞാൽ ഈ പരിശുദ്ധദാത്തിന്റെ ഹഖീഖത്ത് അറിയുക എന്നത് പടപ്പുകളെ സംബന്ധിച്ച് മുംകിനല്ല, അസാധ്യമാണ്. വലിയ അതുമി തക്ലീഫിനാബിതാലിക്ക, അങ്ങനെ ഹഖീഖത്ത്, ദാത്തിന്റെ ഹഖീഖത്ത് അറിയൽ നമ്മളോട് കൽപ്പനയില്ല എന്നതുകൊണ്ടാണ് ഫസറൽ മാരിഫത്ത. പിന്നെ അടുത്ത ബൈത്തില് മുസന്നിഫ് തങ്ങൾ മാരിഫത്ത് വുജൂബാണെന്നാണ്, ഈ മാരിഫത്തിനെ തഫ്സീർ ചെയ്തു ബിമാഹുൽ മുറാദു, എന്താണ് ഈ മാരിഫത്ത് എന്നതുകൊണ്ടുള്ള മുറാദ് അടുത്ത ബൈത്തിലൂടെ തഫ്സീർ ചെയ്യുന്നത്. ഐ
യഅരിഫൽ വാജിബ വൽ മുഹാല മജായിസിൻ ഫീ ഹഖ്ഖിഹി തആല. മാരിഫത്ത് വുജൂബാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മാരിഫത്ത് വുജൂബാണെന്ന്? ഐ അരിഫൽ വാജിബ വൽ മുഹാല ഫീ ഹഖ്ഖിഹി തആല മജായിസ്. ജായിസ് അള്ളാന്റെ ഹക്കിൽ ജായിസായത് ഏതാണ്, മുഹാല ഏതാണ്, വാജിബ് ഏതാണ് എന്നറിയാം. ഈ സിഫത്തുകളെ കൊണ്ട് അള്ളാൻ അറിയാം. ഐ അരിഫ ഹുവ വഇൻ കാന മർഫുഅൻ. ഇത് മുദാരിയായ ഫീൽ ഇവിടെ കാഴ്ചക്ക് അരിഫ എന്ന് പറഞ്ഞാൽ മർഫുഅൻ. ഹുവ വഇൻ കാന മർഫുഅൻ. എന്തുകൊണ്ട് മർഫു? ലിതജറുദിഹി മിൻ നാസിബിൻ വജാസിമിൻ. മുദാരിയായ ഫീലിന് 3 അവസ്ഥയാണല്ലോ പണ്ട് നമ്മൾ പഠിച്ചത്. ഒന്ന്, നസ്ബ് ചെയ്യുന്ന ആമിലുകളുടെ കൂടെ വന്നാൽ നസ്ബ് ചെയ്യപ്പെടും. ജസ്മിന്റെ ആമിലുകളോട് കൂടെ വന്നാൽ ജസ്മ് ചെയ്യപ്പെടും. രണ്ടും ഇല്ലെങ്കിൽ റഫാൻ. ഇവിടെ ഇപ്പൊ കാഴ്ചക്ക് ഐ അരിഫ എന്നാ പറഞ്ഞു. അവിടെ ഇപ്പോ നസ്ബിന്റെ ആമിലും കാണാനില്ല, ജസ്മിന്റെ ആമിലും കാണാനില്ല. അപ്പൊ പിന്നെ മർഫുആയിട്ടാണല്ലോ വരണ്ടേ. ഇല്ല അന്നൽ മാന അലാ തഖ്ദീരി അനിൽ മസ്തരിയ. മസ്തരിയായ ഒരു അന്ന് തഖ്ദീർ ചെയ്യണം. ഐ എന്ന് പറഞ്ഞാൽ ഐ അരിഫ. അപ്പൊ മസ്തർ കൊണ്ട് തവീരപ്പെടുക. അത് മഅ്റൂഫായ അന്നാണ്. ഏതുപോലെ നമ്മൾ സാധാരണ ഖുത്ബയിലും മറ്റൊക്കെ പറഞ്ഞേക്ക് തസ്മഅ ബിൽ മുഅയ്ദി ഖൈറും മിൻ അൻ തറാഹു. ഇപ്പൊ ഇവിടെ കാഴ്ചക്ക് തസ്മഅ എന്ന് പറഞ്ഞോടത്ത് നസ്ബിന്റെ ആമിലും ഇല്ല, ജസ്മിന്റെ ആമിലും ഇല്ല. അപ്പൊ അവിടെ മർഫുആയിട്ട് വരണ്ടേ? ഇപ്പൊ അവിടെ നസ്ബ് കൊണ്ടാണല്ലോ വായിച്ചത്. കാരണം അവിടെ ഒരു തഖ്ദീറിൽ ഒരു മസ്തരിയ അന്നുണ്ട്, അൻ തസ്മഅ ബിൽ മുഅയ്ദി എന്ന. ആകയാൽ ഐ മഅരിഫത്തുല്ലാഹി തആല, അള്ളാഹുവിനെ അറിയൽ വുജൂബാണെന്ന് പറഞ്ഞതാവുന്നത് ഹിയ, ആ മഅരിഫത്തുക്കൽ വാജിബ, അള്ളാഹുവിന് വാജിബായ സിഫത്തുകളെ അറിയലാണ്. വാജിബ് പറഞ്ഞാൽ അസ്സാബിത്തല്ലദീ ലാ യഖ്ബലുൽ ഇന്തിഫാ, ഇല്ലാതിരിക്കാൻ പറ്റാത്ത നിലക്ക് അള്ളാഹുവിന് സ്ഥിരപ്പെട്ടതാണ്. അങ്ങനെയുള്ള വാജിബാണ്. ആരെ സംബന്ധിച്ച്? ഫീ ഹഖ്ഖിഹി തആല, അള്ളാഹുവിനെ സംബന്ധിച്ച്. മൗജൂദ്, അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി പറഞ്ഞ 20 സിഫത്തില്ലേ, ആ 20 സിഫത്തുകളും അള്ളാഹുവിനെ സംബന്ധിച്ച് വുജൂബായതാ. ആ സിഫത്തുകളെ അറിയാം. അതാണ് വാജിബ്. അള്ളാഹിന്റെ ഹക്കിൽ വാജിബായതിനെ അറിയാന്ന് പറഞ്ഞാൽ വാജിബായ സിഫത്തുകളെ അറിയാം. വൽ മുഹാല, മുസ്തഹീലായ സിഫത്തിനെ അറിയാം. കദാലിക ഇന്തിഫാ, കദാലിക അൽ മുസ്തഹീലും അങ്ങനെ തന്നെ. മുസ്തഹീല വൽ മുഹാല എന്ന് ലാമു കൊടുത്ത് പറഞ്ഞത് അത് ബെയ്ത്ത് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വൽ അൽഫു ലിൽ ഇത്ലാഖി, ബെയ്ത്തിന്റെ വസൻ ഒപ്പിച്ചാൻ വേണ്ടിയിട്ട് പുറത്ത് താര എന്ന് പറയുമ്പോൾ മുഹാല എന്ന് പറഞ്ഞതാ. മഅരിഫത്തി ജായിസിൻ ഫീ ഹഖ്ഖിഹി തആല, അള്ളാഹുവിനെ സംബന്ധിച്ച് ജായിസും അറിയണം എന്ന് പറഞ്ഞാൽ ഹഖിൽ എന്ന് പറഞ്ഞാൽ ഫിൽ അംരിൽ ഹഖിൽ ലദീ യൻസബു ഇലൈഹി തആല, അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്ന കാര്യങ്ങളാവുന്ന ഹക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉണ്ടായിരിക്കൽ നിർബന്ധമായ, അല്ലെങ്കിൽ ഉണ്ടായിരിക്കൽ നിർബന്ധമാണെന്ന്, ഉണ്ടായിരിക്കൽ ഹക്കായ, ഇല്ലാതിരിക്കൽ ഹക്കായ. ജായിസാമോ ഉണ്ടാവലും ഇല്ലാതിരിക്കലും രണ്ടും ഒരുപോലെ ഹക്കായ. ഇത് നന്നായി മനസ്സിലാക്കി വെച്ചു. അള്ളാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളിലൂടെയും, ഏതൊക്കെ സിഫത്തുകളാണ് അള്ളാഹുവിന് വാജിബായത് അതും അറിയാം, ഏതൊക്കെ സിഫത്തുകളാണ് മുസ്തഹിലായത് അതും അറിയാം, ഏത് സിഫത്താണ് ജായിസായത് എന്നതും അറിയാം. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ മാരിഫത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഖദ് ഹദഫഹു ഫീ ഹഖ്ഖിഹി തആല എന്ന ജുംലയെ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. മിനൽ അവ്വലൈനി, ഏത് യഅരിഫൽ വാജിബ എന്നും യഅരിഫൽ മുഹാല എന്നും പറഞ്ഞു. ഫീ ഹഖ്ഖിഹി അവിടെ പറഞ്ഞിട്ടില്ല. എന്താ? അത് ഉടൂന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാവും. ലിദലാലത്തി സാലിസി അലൈഹി, അവസാനമായ ജായിസ് ഫീ ഹഖ്ഖിഹിന്ന് ഉടൂന് കൂട്ടിക്കൊടുത്താൽ 3ക്കും മടങ്ങും. അപ്പോൾ അള്ളാഹുവിന്റെ ഹക്കിൽ വാജിബായത്, അള്ളാഹുവിന്റെ ഹക്കിൽ മുസ്തഹീലായത്, അള്ളാഹുവിന്റെ ഹക്കിൽ ജായിസായത്. അതുപോലെ തന്നെ വമിസ്ലു ദാ ഫീ ഹഖ്ഖി റസൂലില്ലാഹി അലൈഹിമു തഹിയ്യത്തുൽ ലില്ലാഹി. നിൽക്കട്ടല്ലേ, സമയം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.